ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ തെങ്കാശിയിലുള്ള ഹോസ്പിറ്റലിൻ്റെ വർക്ക് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 38 ദിവസം കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വർക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കനോപ്പി ഫ്രണ്ടിലുള്ള എലിവേഷൻ വർക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, സ്ട്രക്ചറൽ ഗ്ലേസിങ്, ഗ്ലാസിൻ്റെ വർക്ക്. സോ നമ്മൾ വോക്സിൻ്റെ പാനൽ വെച്ചിട്ടാണ് മൊത്തത്തിൽ ഈ പാനലിങ് ഫുള്ളും ചെയ്തിട്ടുള്ളത്. നമുക്ക് പുതിയൊരു മെറ്റീരിയലാണ് നമ്മളിവിടെ ലൂവറായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് പക്ക ഒരു നമുക്ക് വുഡൻ ഫിനിഷിംഗ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ പുറകുവശത്ത് നമ്മൾ ACP അടിച്ച് ഫിനിഷാക്കി എടുത്തിട്ട് ഫ്രണ്ടിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് വരുന്ന UPVC പാനൽ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ കനോപ്പിയിലും ഇതേ ഡിസൈൻ തന്നെയാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ മുഴുവനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൈമെക്സ് ബോണ്ടിൻ്റെ ACP ഷീറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് മാക്സിമം നമ്മൾ ലീക്ക് വരാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഷട്ടറിൻ്റെ ഏരിയ ഇതിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ കനോപ്പി നിങ്ങൾ കാണുമ്പോൾ അറിയാം, അതാണല്ലോ നമ്മൾ സൂപ്പർ ഏരിയയാണ്. ഈ ബൈപ്പാസ് എന്ന് പറയുന്നത് നമുക്ക് നേരെ തിരുനെൽവേലിയാണ്. നേരെ തിരുനെൽവേലി, നാഗർകോവിൽ നമുക്ക് അങ്ങ് പോവാം. ഈ സ്ഥലം നേരെ ചെങ്കോട്ട വഴി നമുക്ക് തെന്മല നമ്മളെ വഴി നമുക്ക് കേരളത്തിൽ ഈ വഴിയും കയറാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് കാണുമ്പോൾ അറിയാം, കനോപ്പിയിൽ ഫ്രണ്ടിൽ വാട്ടർ വരുന്ന കട്ടർ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഷോപ്പിൻ്റെ ഉള്ളിൽ ഷട്ടറിൻ്റെ ഏരിയയിലാണ് ഇതിൻ്റെ വാട്ടർ കട്ടർ നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, വെള്ളം നമ്മൾ കൊണ്ടുവന്ന് എവിടെയാണ് കൊണ്ടുവരുന്നത്, പുറത്തുള്ള വെള്ളത്തിനെ നമ്മളെ ബിൽഡിങ്ങിന് ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മൾ അവിടെ ഒരു വാട്ടർ കട്ടർ കൊടുത്ത് അതിനെ കൺസീൽഡ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഫിനിഷായി വരുമ്പോൾ എങ്ങനെയാണിത് വെള്ളം പോകുന്നത്, എവിടെ വന്ന് എങ്ങനെ തീരും എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്ത് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ കുറച്ച് റിസ്കി വർക്കാണ്. കാരണം ഈ വാട്ടർ കട്ടർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് അവിടെ ഒരു ചെയിൻ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വർക്ക് കഴിയും. പക്ഷേ നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെ ആ ഒരു മോഡൽ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷനെ വരാൻ പാടില്ല. അത് കനോപ്പിയിൽ അങ്ങനെ ഒരു വാട്ടർ കട്ടർ കാണിക്കാനേ പാടില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഇവിടെ. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ഇത് ഞാൻ അയക്കുന്നത് നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്നവർക്ക് യൂസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ശരി എന്നാൽ അസ്സലാമു അലൈക്കും. ബാക്കി നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. ഓക്കെ.